ഹലോ ഫ്രണ്ട്സ്, നെക്സ്റ്റെക്സ് അക്കാദമിയുടെ റിസർച്ച് മെത്തഡോളജി ക്ലാസ് റൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് റിസർച്ച് മെത്തഡോളജി ക്ലാസ് റൂമിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് റിസർച്ച് മെത്തേഡ്സ് വേഴ്സസ് റിസർച്ച് മെത്തഡോളജി. റിസർച്ച് മെത്തേഡും റിസർച്ച് മെത്തഡോളജിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണ് എങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തുടർന്ന് ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കുക. ഓക്കെ, നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം അല്ലേ? Now you are watching the educational channel NextX Academy, an academy for next generation education and examinations. Now you are watching the educational channel NextX Academy, an academy for next generation education. അപ്പോൾ റിസർച്ച് മെത്തേഡ്സ് എന്താണ് എന്നുള്ളതാണ് ആദ്യം പഠിക്കുന്നത്. മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് എംപ്ലോയ്ഡ് ഇൻ കണ്ടക്ടിങ് റിസർച്ച്. അതാണ് റിസർച്ച് മെത്തേഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് എംപ്ലോയ്സ് ഇൻ കണ്ടക്ടിങ് റിസർച്ച്. റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ മെത്തേഡ്സും ടെക്നിക്സും കോമൺലി റിസർച്ച് മെത്തേഡ്സ് എന്ന് നമുക്ക് പറയാം. ഇനി റിസർച്ച് ടെക്നിക് റെഫർ ടു ദ ബിഹേവിയർ ആൻഡ് instruments used in performing research operations. Research technique refers to the behavior and instruments used in performing research operations. അപ്പോൾ behavior and instruments used. ഇതിനെയാണ് റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്നത്. റിസർച്ച് മെത്തേഡ്സ് റെഫർ ടു the behavior and instruments used in selecting and constructing research technique. നേരത്തെ പറഞ്ഞത് പെർഫോമിംഗ് റിസർച്ച് ഓപ്പറേഷൻസ്, അതിലുപയോഗിക്കുന്ന റിസർച്ച് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സും അതുപോലെ തന്നെ ബിഹേവിയറും അതുപോലെ ഇൻസ്ട്രുമെൻസും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യൂസ്ഡ് ഇൻ സെലക്ടിങ് ആൻഡ് കൺസ്ട്രക്റ്റിംഗ് റിസർച്ച് ടെക്നിക്ക്. റിസർച്ച് ടെക്നിക്ക് സെലക്ട് ചെയ്യുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബിഹേവിയറും അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻസും, അതിനെ റിസർച്ച് മെത്തേഡ്സ് എന്നാണ് പറയുന്നത്. സോ റിസർച്ച് മെത്തേഡ്സ് ആർ മോർ ജനറൽ, അല്ലേ? അതൊരു ജനറൽ ടേം ആണ്. ആൻഡ് വിച്ച് ജനറേറ്റ് ടെക്നിക്സ്. റിസർച്ച് മെത്തേഡ്സ് ആർ മോർ ജനറൽ ആൻഡ് വിച്ച് ജനറേറ്റ് ടെക്നിക്സ്. ജനറൽ ആയിട്ടുള്ളൊരു കാര്യമാണ്, അതുപോലെ തന്നെ അത് ടെക്നിക്ക് ജനറേറ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് അതിന് റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിസർച്ച് മെത്തേഡ്സിനെ കുറിച്ച് വി ക്യാൻ സേ ദാറ്റ് റിസർച്ച് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് റെഫർ ടു ദ മെത്തേഡ്സ് റിസർച്ചേഴ്സ് യൂസ് ഇൻ പെർഫോമിംഗ് റിസർച്ച് ഓപ്പറേഷൻസ്. റിസർച്ച് ഓപ്പറേഷനിൽ റിസർച്ചർ അല്ലെങ്കിൽ റിസർച്ചേഴ്സ് ഉപയോഗിക്കുന്ന എല്ലാ ടെക്നിക്സിനെയും മെത്തേഡ്സിനെയും ആണ് നമ്മൾ റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് എന്നൊരു ചോദ്യം വരും, അല്ലേ? ദിസ് ക്യാൻ ബി പുട്ട് ഇൻ 3 ഗ്രൂപ്പ്സ്. എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. സോ we can group it into 3. First group, this include the methods concerned with the collection of data. അപ്പോൾ ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സ്. നമുക്കറിയാം, സർവേ മെത്തേഡൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് ഡെയിലി നമുക്ക് കാണുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? നമ്മുടെ അടുത്ത് പലരും വന്നിട്ട് ഡാറ്റ കളക്ട് ചെയ്യാറുണ്ട്. ഒരു പ്രത്യേക പ്രോഡക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഇതൊക്കെ നമ്മൾ ഡാറ്റയായിട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഗൂഗിൾ പ്ലേ സ്റ്റോറിലൊക്കെ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ റേറ്റ് ചെയ്യാറുണ്ട്. പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ നമുക്ക് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയി അല്ലെങ്കിൽ ഇല്ല എന്നുള്ളതിന് 5 സ്റ്റാറൊക്കെ കൊടുത്തിട്ട് നമ്മൾ റേറ്റ് ചെയ്യാറുണ്ട്. അത് ഡാറ്റ കളക്ട് ചെയ്യുന്നതിൻ്റെ ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്. അപ്പോൾ അനാലിറ്റിക്കലായിട്ട് അനാലിസിസിന് വേണ്ടിയിട്ടുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ്. ഒരു വേരിയബിളും മറ്റൊരു വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഉണ്ട്. കോറിലേഷൻ, റിഗ്രഷൻ, അതുപോലെ തന്നെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്, കൈ സ്ക്വയർ ടെസ്റ്റ്, അനോവ, ഇതൊക്കെയും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആണ്. ദെൻ തേർഡ് ഗ്രൂപ്പ് മെത്തേഡ്സ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദ ആക്യുറസി ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ. അപ്പോൾ ഇങ്ങനെ 3 ഗ്രൂപ്പുകളായിട്ടാണ് റിസർച്ച് മെത്തേഡ്സ് കിടക്കുന്നത്. ഓക്കെ, research methodology is something different from research methods. Why? Research methodology is a quite broader term.
അത് റിസർച്ച് മെത്തേഡ് എന്ന ആ ഒരു ടേമിനേക്കാൾ കുറച്ചും കൂടി വിശാലമായ അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു ടേമാണ് റിസർച്ച് മെത്തഡോളജി എന്നത്. സോ ഇറ്റ്സ് എ വേ ടു സിസ്റ്റമാറ്റിക്കലി സോൾവ് ദ റിസർച്ച് പ്രോബ്ലം. സിസ്റ്റമാറ്റിക്കലി സോൾവ് ദ റിസർച്ച് പ്രോബ്ലം, അതിനുള്ള വഴിയാണ് എന്ത് റിസർച്ച് മെത്തഡോളജി. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോജിക്, അതുപോലെ സയൻറ്റിഫിക്. രണ്ട് കാര്യങ്ങൾ, ശാസ്ത്രീയമായിരിക്കണം അതുപോലെ തന്നെ ലോജിക്കലും ആയിരിക്കണം. So, the various steps adopted and the logic in sequencing the steps. നമ്മൾ റിസർച്ച് മെത്തഡോളജി, റിസർച്ച് എന്നത് തന്നെ നമ്മളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുക. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യണമെങ്കിൽ അതിനൊരു ലോജിക്കൽ ഓർഡർ ഉണ്ടാവണം, അങ്ങനെ ഒരു സീക്വൻസ് ഉണ്ടായിരിക്കണം. ആ സീക്വൻസിന്റെ പിന്നിലെ ലോജിക്ക് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ റിസർച്ച് മെത്തഡോളജിയാണ്. സോ ദ സ്കോപ്പ് ഈസ് വൈഡർ ദാൻ റിസർച്ച് മെത്തേഡ്സ്. ഇതാണ് നേരത്തെ പറഞ്ഞ കാര്യമാണ്. എന്ത് റിസർച്ച് മെത്തഡോളജിയുടെ സ്കോപ്പ് റിസർച്ച് മെത്തേഡ്സിനേക്കാൾ എത്രയോ വൈഡർ ആണ്. ഈവൺ റിസർച്ച് മെത്തേഡ്സ് ഇൻക്ലൂഡ് ഇൻ ദ റിസർച്ച് മെത്തഡോളജി. ഓക്കെ, സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് റിസർച്ച് മെത്തഡോളജി ഈക്വൽ ടു T²L. എന്താണ് ഈ T²L? T മീൻസ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആൻഡ് L മീൻസ് ലോജിക്. ഇങ്ങനെ പറയാറുണ്ട്. RM ഈക്വൽ ടു T²L. ദാറ്റ് ഈസ് techniques, tools and logic. And finally എന്താണ് റിസർച്ച് മെത്തഡോളജി? ഇതിൻ്റെ ഒരു ആകെത്തുകയാണ് റിസർച്ച് മെത്തഡോളജി എന്ന് നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ റിസർച്ച് മെത്തേഡും റിസർച്ച് മെത്തഡോളജിയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം നമുക്കൊരു 4 പോയിന്റുകളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അറ്റ് ഈച്ച് സ്റ്റേജ് ഓഫ് the research study, different tools and techniques are used for executing the tasks involved in that stage. ഓരോ സ്റ്റേജിലും നമുക്ക് എന്താവശ്യം ഉണ്ടാവും? ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആവശ്യമാണ്. ആ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി, കൃത്യമായിട്ട് ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടി. എക്സാമ്പിൾ, ഡാറ്റ കളക്ഷൻ ടൂൾസ്. അത് ഡാറ്റ കളക്ഷൻ സ്റ്റേജിലാണ് വേണ്ടത്. അപ്പോൾ ഡാറ്റ കളക്ഷൻ ടൂള് ഡാറ്റ കളക്ഷൻ സ്റ്റേജിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത് ഈ റിസർച്ച് മെത്തേഡിൽ വരുന്നത്. ദെൻ ഡാറ്റ അനാലിസിസ് ടൂൾസ്. ഡാറ്റ അനാലിസിസ് ടൂൾസ് അത് ഏത് സ്റ്റേജിലാണ് വേണ്ടത്? കളക്ട് ചെയ്ത ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്യുന്ന സ്റ്റേജിലാണ് വേണ്ടത്. ദെൻ ടെക്നിക്സ് ഓഫ് ഡൂയിങ് ലിറ്ററേച്ചർ സർവേ. ലിറ്ററേച്ചർ സർവേ എന്താണ് ഈ ലിറ്ററേച്ചർ സർവേ? നമ്മൾ പ്രീവിയസ് സ്റ്റഡി ഈ ഏരിയയിൽ എത്രമാത്രം ഉണ്ടായിട്ടുണ്ടോ അത്രയും കംപ്ലീറ്റ്, അതിൻ്റെ എക്സ്റ്റെൻഡ് ഏതാണ്, ഫൈനൽ എക്സ്റ്റെൻഡ് വരെ നമുക്ക് നമ്മുടെ സ്റ്റഡിക്ക് തൊട്ട് മുമ്പിലുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള കണ്ടന്റ്, അതിൻ്റെ ഒരു സ്നാപ്ഷോട്ട്, അതാണ് നമ്മൾ ലിറ്ററേച്ചർ സർവേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസും ടെക്നിക്സും നമ്മൾ പഴയ സ്റ്റഡികൾ, പഴയ തീസിസുകൾ, ലൈബ്രറി, മാഗസിൻസ്, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കും ലിറ്ററേച്ചർ സർവേക്ക് വേണ്ടിയിട്ട്. ഓക്കെ, സോ ദീസ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് യൂസ്ഡ് ഇൻ റിസർച്ച് പ്രൊജക്റ്റ് ആർ കളക്റ്റീവ്ലി റെഫേർഡ് ടു ആസ് റിസർച്ച് മെത്തേഡ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ സ്റ്റേജിലും നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് ആൻഡ് ടെക്നിക്സിനെ ടോട്ടലി ആയിട്ട് നമ്മൾ പറയുന്നതാണ് റിസർച്ച് മെത്തേഡ്സ് എന്ന്. റിസർച്ച് മെത്തഡോളജി ഈസ് എ ബ്രോഡർ ടേം which refers to the description of how a research study can be conducted scientifically. ശാസ്ത്രീയമായി ഒരു സ്റ്റഡി എങ്ങനെ കണ്ടക്ട് ചെയ്യാം എന്നതിനെക്കുറിച്ച് വിവരണം തരുന്നത് ഏതാണ്? റിസർച്ച് മെത്തഡോളജിയാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തഡോളജി. ഓക്കെ, അപ്പോൾ സയന്റിഫിക്കലി എന്നതും അതുപോലെ തന്നെ ലോജിക്കൽ എന്നതും രണ്ട് പ്രധാനപ്പെട്ട ടേംസ് ആണ് റിസർച്ച് മെത്തഡോളജിയെ കുറിച്ച് പറയുമ്പോൾ. സയന്റിഫിക്കൽ ആവണം, ലോജിക്കൽ ആയിരിക്കണം. അതിന് ആ ഒരു ലോജിക്കൽ സീക്വൻസിലാണ് റിസർച്ച് മെത്തഡോളജി അല്ലെങ്കിൽ റിസർച്ച് തന്നെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ റിസർച്ച് മെത്തേഡ് വേഴ്സസ് റിസർച്ച് മെത്തഡോളജി. The methods are concerned with how the necessary tools and techniques are used in a research study, while research methodology is concerned with why the tools and techniques are used and specifies the proper methods to be used for the study to ensure that the study is done in a scientific manner. അതായത് റിസർച്ച് മെത്തഡോളജിയാണ് എന്തുകൊണ്ട് ഈ ടൂൾ, എന്തുകൊണ്ട് മറ്റൊരു ടൂൾ ഉപയോഗിച്ചുകൂടാ, അങ്ങനെ ഉപയോഗിച്ചാൽ മാത്രമേ അത് സയന്റിഫിക് ആവുകയുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിന് വ്യക്തത തരുന്നത് ആരാണ്? റിസർച്ച് മെത്തഡോളജിയാണ്.
റിസർച്ച് മെത്തേഡ് എന്താണ് പറയുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അതേസമയം എന്തുകൊണ്ട് ഈ ടൂൾ തന്നെ, എന്തുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്, എന്തുകൊണ്ട് സർവേ മെത്തേഡ്, ഡാറ്റ കളക്ഷന് എന്തുകൊണ്ട് മറ്റൊരു മെത്തേഡ് യൂസ് ചെയ്തുകൂടാ, എന്തുകൊണ്ട് കേസ് സ്റ്റഡി മെത്തേഡ് തന്നെയാണ് ഇവിടെ സ്യൂട്ടബിൾ എന്ന് പറയുന്നത് എന്നതിൻ്റെയൊക്കെ റീസൺ ആണ് റിസർച്ച് മെത്തഡോളജി. ആ റിസർച്ച് മെത്തഡോളജിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അതിനെ സ്പെസിഫൈ ചെയ്യുന്നത്, അതിന് കൃത്യമായ ലോജിക്കൽ ആയിട്ടുള്ള ആൻസർ ഉണ്ടാവും, സയന്റിഫിക് ആയിട്ടുള്ള റിസർച്ച് ആക്കി മാറ്റുന്നതിന് വേണ്ടി. ഓക്കെ, സോ ദ റിസർച്ച് മെത്തഡോളജി പ്രൊവൈഡ്സ് ദ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഫോർ ദ റിസർച്ച് മെത്തേഡ്സ് ബീങ് യൂസ്ഡ് ഇൻ ദ റിസർച്ച് പ്രൊജക്ട്. അതായത് നമ്മുടെ റിസർച്ച് പ്രൊജക്റ്റിൽ യൂസ് ചെയ്യുന്ന ആ മെത്തേഡ്സിന്, റിസർച്ച് മെത്തേഡ്സിന് ഒരു ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, അതിന് കൃത്യമായ ജസ്റ്റിഫിക്കേഷൻ തരുന്നത് ആരാണ്? റിസർച്ച് മെത്തഡോളജിയാണ്. റിസർച്ച് മെത്തേഡ്സ് നമുക്ക് പല രീതിയിലും ഉപയോഗിക്കാം, പക്ഷെ എന്തുകൊണ്ട് ഇത് മാത്രം ഇവിടെ ഉപയോഗിക്കുന്നു, മറ്റൊരു മെത്തേഡ് ഉണ്ടായിരുന്നില്ലേ എന്നൊരു ചോദ്യം വരുമ്പോൾ ദിസ് ഇസ് ദ ബെസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് എന്ന് എൻഷുർ ചെയ്യുന്നത് ആരാണ്? റിസർച്ച് മെത്തഡോളജിയാണ്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻറ്റ് റിസർച്ച് മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു, കുറച്ച് റിസർച്ച് മെത്തേഡ്സ് ഉണ്ട്, അത് ഏതൊക്കെയാണ് എന്ന് നോക്കാം. പ്രധാനപ്പെട്ട റിസർച്ച് മെത്തേഡ്സ് ആണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെയൊക്കെ മെത്തേഡ്സ്, സബ് മെത്തേഡ്സ്, അതായത് സബ് ക്ലാസിഫിക്കേഷൻസ് വേറെ ഉണ്ട്. ഇതിൽ പറയുന്ന 5 മെത്തേഡ്സ്, അതിലാദ്യത്തത് സർവേ മെത്തേഡാണ്, രണ്ടാമത്തത് എക്സ്പെരിമെന്റൽ മെത്തേഡാണ്, മൂന്നാമത്തത് അനലിറ്റിക്കൽ സ്റ്റഡി മെത്തേഡാണ്, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരുണ്ട്, നമുക്ക് പരിചിതമായിട്ടുള്ള പേര് അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. അതുപോലെ തന്നെ മറ്റൊരു മെത്തേഡാണ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് കേസ് സ്റ്റഡി മെത്തേഡ്. ഇതാണ് പ്രധാനപ്പെട്ട റിസർച്ച് മെത്തേഡ്സ്, മെയിനായിട്ട് യൂസ് ചെയ്യുന്ന റിസർച്ച് മെത്തേഡ്സ്. ഇതിൽ ഏത് മെത്തേഡാണ് ദ ബെസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ് എന്ന് തീരുമാനിക്കുന്നത് ആ പ്രോബ്ലത്തിന്റെ നേച്ചർ അനുസരിച്ച്, ആ പ്രോബ്ലത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി അനുസരിച്ച് ഒക്കെയാണ്. ഇപ്പോൾ സർവേ മെത്തേഡ് ഡാറ്റ കളക്ഷന് ഉപയോഗിക്കുന്ന ഒരു റിസർച്ച്, അത് എന്തുകൊണ്ടാണ് സർവേ മെത്തേഡിലൂടെ തന്നെ ഡാറ്റ കളക്ട് ചെയ്തത്, അല്ല വേറൊരു മെത്തേഡിലൂടെ ഡാറ്റ കളക്ട് ചെയ്യാമായിരുന്നില്ലേ എന്നുള്ളതിനൊക്കെ ജസ്റ്റിഫിക്കേഷൻ നൽകുന്നത് ഈ റിസർച്ച് മെത്തേഡ് ആണ്, നമ്മുടെ മെത്തഡോളജിയാണ്. അപ്പോൾ എക്സ്പെരിമെന്റൽ മെത്തേഡ്, അനലിറ്റിക്കൽ സ്റ്റഡി മെത്തേഡ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. ഇതിലെ നോക്കുക, അനലിറ്റിക്കൽ സ്റ്റഡി മെത്തേഡ് അതുപോലെ തന്നെ കേസ് സ്റ്റഡി മെത്തേഡ്, മൂന്നാമത്തെയും അഞ്ചാമത്തെയും മെത്തേഡ്സ് നോക്കുക. ഈ അനലിറ്റിക്കൽ സ്റ്റഡി മെത്തേഡിൽ ഡാറ്റ അനലൈസ് ചെയ്യേണ്ടതായിരുന്നു. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എ ലാർജ് നമ്പർ ഓഫ് ഡാറ്റ ഈസ് നീഡഡ് ടു അനലൈസ് ആൻഡ് ദെർബൈ അറൈവ് അറ്റ് എ കൺക്ലൂഷൻ. നമ്മൾ ഒരു സ്റ്റഡി നടത്തുമ്പോൾ അതിൽ ഡാറ്റ അനാലിസിസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റ വളരെ കുറവായി പോയാൽ നമ്മൾ എത്തുന്ന കൺക്ലൂഷൻ തെറ്റിപ്പോകും. ഇപ്പോൾ 10 പേരെ മാത്രം ഒരു സ്റ്റഡി നടത്തിയിട്ട് ഒരു പ്രോഡക്റ്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ലെവല് നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചാൽ ആ പ്രോഡക്റ്റിന് അൺസാറ്റിസ്ഫൈഡ് ആണ് എന്ന് 10 പേരും പറയുന്നു എങ്കിൽ കേരളത്തിലെ മുഴുവൻ ആൾക്കാരുടെ പ്രതിനിധികളല്ല അവര്. കാരണം വെറും 10 പേരിലാണ് നമ്മൾ സ്റ്റഡി നടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവരിൽ നിന്ന് മാത്രമാണ് ഡാറ്റ കളക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല കേരളത്തിലുള്ള എല്ലാ ആൾക്കാർക്കും ആ പ്രോഡക്റ്റ് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് അവിടെ ലാർജ് നമ്പർ ഓഫ് ഡാറ്റ ഈസ് നീഡഡ്, ദാറ്റ് ഈസ് ഇറ്റ് നീഡ് ടു ബി കളക്റ്റഡ് ഫ്രം എ നമ്പർ ഓഫ് പീപ്പിൾ. എന്നാല് കേസ് സ്റ്റഡി മെത്തേഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റഡി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഫ്യൂവർ നമ്പർ, ഒന്നുകിൽ 1 അല്ലെങ്കിൽ അതിൽ കൂടുതൽ, വളരെ ഒരു 5ൽ കുറവ് ഒക്കെയുള്ള അവരിൽ നിന്ന് ആൾക്കാർ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് അതിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത് കേസ് സ്റ്റഡി മെത്തേഡിൽ നമ്മൾ സ്റ്റഡി നടത്തുന്നത് ഒന്നിനെ കുറിച്ച് ഡീപ്പായിട്ട് ഇൻ ഡെപ്ത് നോളജ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, ഡീപ്പ് സ്റ്റഡിയാണ്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സൈക്കോളജിസ്റ്റും മറ്റുമാണ്. കാരണം ഒരു വ്യക്തിയുടെ ക്യാരക്ടർ ഒക്കെ സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടി, അത് വർഷങ്ങളുടെ, ആ വ്യക്തിയുടെ ജനനം മുതൽ ഈ പ്രസന്റ് കോണ്ടെക്സ്റ്റ് വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യും. അതായത് ആ വ്യക്തിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാവരുടെയും ഡീറ്റെയിൽസ്, ഡാറ്റ കളക്ട് ചെയ്യണം. അവിടെ ആ വ്യക്തിയുടെ ചുറ്റുമാണ് ഈ ഡാറ്റ കറങ്ങി കിടക്കുന്നത്. ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഡാറ്റ എവിടെയാണ്? മൊത്തം ഒരുപാട് ആൾക്കാരിൽ സ്പ്രെഡ് ആണ്, അവരിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ കേസ് സ്റ്റഡി മെത്തേഡാണ് സ്യൂട്ടബിൾ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അത്തരത്തിൽ ഒന്നിനെ കുറിച്ച് മാത്രം പഠനം നടത്തേണ്ടി വരും. ഉദാഹരണത്തിന് ക്ലാസ്സിൽ ഇപ്പം കുട്ടികൾ വികൃതി കാണിക്കാറുണ്ട്, പക്ഷേ ഒരു കുട്ടി മാത്രം തികച്ചും അൺനാച്ചുറൽ ആയിട്ടുള്ള ബിഹേവിയർ, ചിലപ്പോൾ ഐസൊലേറ്റഡ് ആയതുപോലെ ആൾക്കാരോട് ഒന്നും സംസാരിക്കുന്നില്ല, ഇത് വർഷങ്ങളായി തുടരുകയാണ്. അപ്പോൾ നമ്മൾ ആ കുട്ടിയെ ഒരു കേസായിട്ട് എടുത്തിട്ട് ഒരു സ്റ്റഡി നടത്തും. കാരണം അതിന് പിന്നിൽ എന്തെങ്കിലും
കൃത്യമായ റീസൺ ഉണ്ടാവും. വെറുതെ ആരും അങ്ങനെ ആവി പോവില്ല. അപ്പോൾ അതിന്റെ റീസൺ അത് ഒരു സ്റ്റഡി ആയിട്ട് നമ്മൾ നടത്തുമ്പോൾ ദാറ്റ് ചൈൽഡ് ഓർ ദാറ്റ് സ്റ്റുഡൻറ് ഈസ് എ കേസ്. അപ്പോൾ ആ കേസിനെ കുറിച്ച് ആ കുട്ടിയുടെ ഫാമിലി പശ്ചാത്തലം എന്താണ്, ആ കുട്ടിയുടെ തലമുറകളായിട്ടുള്ള ആൾക്കാരുടെ, അതായത് മുൻ തലമുറയെ കുറിച്ച് പോലും നമ്മൾ പഠിക്കേണ്ടിയിരിക്കും. അങ്ങനെ നടത്തുന്നതാണ് കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി മെത്തേഡ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ മെത്തേഡ്സ് എന്തുകൊണ്ട് ഇന്ന മെത്തേഡ് മാത്രം യൂസ് ചെയ്യുന്നു എന്നൊരു ക്വസ്റ്റിന് വൈ ദിസ് മെത്തേഡ് എന്നതിന് ആൻസർ തരുന്ന റിസർച്ച് മെത്തഡോളജിയാണ്. ഈ കേസ് സ്റ്റഡി മെത്തേഡ്സും ഹിസ്റ്റോറിക്കൽ മെത്തേഡും അനലിറ്റിക്കൽ മെത്തേഡും എക്സ്പെരിമെന്റൽ മെത്തേഡും സർവേ മെത്തേഡും ഒക്കെ അവിടെ അവൈലബിൾ ആണ്. പക്ഷെ എന്തുകൊണ്ട് ഇന്നത് മാത്രം ഉപയോഗിക്കുന്നു എന്നതിന്റെ റീസൺ ആണ് നമ്മുടെ റിസർച്ച് മെത്തഡോളജി തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറീസ് ആർ ബേസ്ഡ് ഓൺ ലാർജ് സ്കെയിൽ കളക്ഷൻ ഓഫ് ഫാക്ട്സ്, while case study is based on the intensive study of the things or object, comparatively fewer cases, sometimes confined to very small number of cases or even a single case only. ഇനി തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ സബ് ക്ലാസിഫിക്കേഷൻസും ഉണ്ട്. അപ്പോൾ സർവേ മെത്തേഡിന്റെ ഒരു സബ് ക്ലാസിഫിക്കേഷൻ ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ സർവേ ആൻഡ് ക്രോസ് സെക്ഷണൽ സർവേ. ഇത് രണ്ട് രീതിയിൽ അതിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ലോഞ്ചിറ്റ്യൂഡിനൽ സർവേ, അതുപോലെ തന്നെ ക്രോസ് സെക്ഷണൽ സർവേ. ഈ സർവേ മെത്തേഡിൽ തന്നെ രണ്ട് ടൈപ്സ് ഓഫ് സർവേ ഉണ്ട് എന്ന് പറഞ്ഞു. ക്രോസ് സെക്ഷണൽ സർവേയും അതുപോലെ തന്നെ ലോങ്ങിറ്റ്യൂഡിനൽ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സർവേയും. ഇത് ടൈം എടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സർവേ ആണെങ്കിൽ നമ്മൾ പീരീഡ് ഓഫ് ടൈമിലാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണത്. ദെൻ സർവേസ് ക്യാൻ ഓൾസോ ബി ഡിവൈഡഡ് ആസ് റെഗുലർ ഓർ അഡ്ഹോക് സർവേ, സെൻസസ് ഓർ സാമ്പിൾ സർവേ, പ്രൈമറി ഓർ സെക്കൻഡറി സർവേ. അപ്പോൾ സർവേസിനെ ഈ രീതിയിലും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. റെഗുലർ ഓർ അഡ്ഹോക്, സെൻസസ് ഓർ സാമ്പിൾ, പ്രൈമറി ഓർ സെക്കൻഡറി, ഇങ്ങനെ പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് പിന്നീട് വീണ്ടും ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫീൽഡ് ഓഫ് സ്റ്റഡി, ഏത് ഫീൽഡിലാണ് സർവേ നടത്തുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ സർവേസ്, കൊമേഴ്സ്യൽ സർവേസ്, കമ്മ്യൂണിറ്റി സർവേസ്, എഡ്യൂക്കേഷണൽ സർവേസ്, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. അടുത്തത് എക്സ്പെരിമെന്റൽ മെത്തേഡ് ആണ്. എക്സ്പെരിമെന്റൽ മെത്തേഡ്, ഈ എക്സ്പെരിമെന്റൽ മെത്തേഡ്സിന്റെ ടൈപ്സ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള മെത്തേഡാണ്, നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു മെത്തേഡും കൂടിയാണ്. ഇൻ ദിസ് മെത്തേഡ് ദ റിസർച്ചർ ഫോർമുലേറ്റ്സ് എ ഹൈപ്പോത്തിസിസ് ആൻഡ് ട്രൈസ് ടു ടെസ്റ്റ് എ ആക്ച്വൽ കണ്ടീഷൻസ്, അല്ലെ? ട്രൈസ് ടു ടെസ്റ്റ് ഓൺ ആക്ച്വൽ കണ്ടീഷൻസ്. ഈ ആക്ച്വൽ കണ്ടീഷനിൽ നമ്മൾ നമ്മുടെ ഹൈപ്പോത്തിസിസ് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുകയും ശരിയാണെങ്കിൽ നമ്മൾ അതിനെ ഉറപ്പിക്കുകയും തെറ്റാണെങ്കിൽ മറ്റൊരു അസംഷനെ നമ്മൾ കൺക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഒന്നുകിൽ നമ്മൾ ചെയ്യുന്ന ഒരു നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. നമ്മളൊരു കാര്യം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു മെത്തേഡ് ട്രൈ ചെയ്യുന്നു, അത് കറക്റ്റ് ആണ് എങ്കിൽ നമ്മൾ ആ മെത്തേഡ് ഫോളോ ചെയ്യുന്നു, അല്ല എങ്കിൽ മറ്റൊരു മെത്തേഡിലേക്ക് നമ്മൾ മാറുന്നു. അതാണ് ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് നാച്ചുറൽ ഓർ അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ മെത്തേഡ്. അപ്പോൾ നാച്ചുറൽ ഓർ അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ മെത്തേഡ്. ഹിയർ ദിസ് ടൈപ്പ് ഓഫ് എക്സ്പെരിമെന്റ് ഈസ് കണ്ടക്റ്റഡ് ഇൻ ദ നാച്ചുറൽ സെറ്റിംഗ്സ് ഓർ സർക്കംസ്റ്റാൻസസ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട്, ഫീൽഡ് ഒബ്സർവേഷൻ മെത്തേഡ്. ഫീൽഡ് ഒബ്സർവേഷൻ മെത്തേഡ്. ഇവിടെ in this type of experiment certain things are done and their effect is studied in the background of natural settings. നമ്മുടെ നാച്ചുറൽ സെറ്റിംഗ്സിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് നമ്മളവിടെ പഠനം നടത്തുന്നത്. നമ്മൾ യാതൊരു തരത്തിലുള്ള ഇഫക്റ്റ് നാച്ചുറൽ സെറ്റിംഗ്സിൽ ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള മെത്തേഡാണ് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ മെത്തേഡ്. നമ്മളുടേതായിട്ടുള്ള കൺട്രോൾ അതിനകത്തേക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ബാഹ്യമായിട്ടുള്ള. Then next one is controlled observation method. Controlled observation method എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള ഒരു കുറച്ച് കൺട്രോൾ അവിടെ കൊടുക്കുന്നുണ്ട്. Here controlled experiment may be defined as a procedure for testing cause and effect relationship within a setting that permits maximum control over extraneous variation and it allows the experiment to observe the effect of one variable on another. അപ്പോൾ അവിടെ കൺട്രോൾഡ് ഒബ്സർവേഷൻ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള തിങ്ങിന്റെ ഒരു ഇഫക്റ്റ്, അതിന്റെ ഒരു കൺട്രോൾ ഇതിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. നാച്ചുറൽ ആയിട്ട് അതിനെ, അതുപോലെ തന്നെ ഇപ്പം ഒരു നാച്ചുറൽ മെത്തേഡ് നമുക്ക് എന്താ പറയാൻ പറ്റുക, ഒരു ആവാസ വ്യവസ്ഥ, അതിനകത്ത് നമ്മുടേതായിട്ടുള്ള കൈകടത്തലുകൾ നടത്താതെ നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ കൺട്രോൾഡ് ഒബ്സർവേഷൻ മെത്തേഡിൽ നമ്മുടേതായിട്ടുള്ള കൺട്രോളിംഗ് കൂടി, അതിന്റെ ചേഞ്ചസും കൂടി വരുത്തിയിട്ടാണ് നമ്മൾ അതിനെ പഠിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എക്സ്പോസ്റ്റ് ഫാക്ടോ എക്സ്പെരിമെന്റ്. എക്സ്പോസ്റ്റ് ഫാക്ടോ എക്സ്പെരിമെന്റ്. എക്സ്പോസ്റ്റ് ഫാക്ടോ എക്സ്പെരിമെന്റ്. അപ്പോൾ
In this type of experiment, the researcher selects two groups with equal number of members. ഒരേ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഉള്ള മീൻസ് എണ്ണത്തിൽ, ഉദാഹരണത്തിന് 10 ആൾക്കാരുള്ള 2 ഗ്രൂപ്പുകൾ. അങ്ങനെ ആ 2 ഗ്രൂപ്പുകളിൽ 2 ഫാക്ടേഴ്സിന്റെ ഇൻഫ്ലുവൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്, 2 കാര്യങ്ങൾ. അപ്പോൾ one group is under the influence of one factor and the other group is under the influence of another factor, but not different factors and identical factor. അല്ലെ, ഐഡന്റിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, സിമിലർ ആയിട്ടുള്ള ഒരേപോലെയുള്ള 2 ഫാക്ടേഴ്സിന്റെ ഇൻഫ്ലുവൻസ് 2 ഗ്രൂപ്പിനെ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത് എന്നാണ് അവിടെ സ്റ്റഡി ചെയ്യുന്നത്. ദ റിസർച്ചർ ക്യാൻ ജഡ്ജ് their position and he can conclude that the difference, if any, in their position, it is due to the difference in the 2 factors. ആ കൊടുത്തിരിക്കുന്ന 2 ഐഡന്റിക്കൽ ആയിട്ടുള്ള എന്നാൽ ചെറിയ ഡിഫറൻസ് ഉള്ള ആ ഫാക്ടേഴ്സിന്റെ ഡിഫറൻസ് കാരണമാണ് അവരുടെ പൊസിഷനിൽ ഡിഫറൻസ് ഉണ്ടായത് എന്ന് അയാൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, ഈ ഒരു എക്സ്പെരിമെന്റൽ മെത്തേഡിലെ 5ാമത്തെ ലബോറട്ടറി മെത്തേഡ് ഓഫ് എക്സ്പെരിമെന്റ് ആണ്. ലബോറട്ടറി മെത്തേഡ് നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള കാര്യമാണ്, കാരണം ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടക്കുന്നത് ലബോറട്ടറികളിലാണ്. ഓക്കെ, അപ്പോൾ സയന്റിഫിക് മെത്തേഡിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ലബോറട്ടറി മെത്തേഡ് യൂസ് ചെയ്യുന്നത് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക്. അപ്പോൾ ഈ എക്സ്പെരിമെന്റൽ മെത്തേഡിന്റെ 5 എണ്ണം ഏതൊക്കെയാണ് ഒന്നും കൂടി ഒന്ന് ഓർക്കുക. ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, നാച്ചുറൽ ഓർ അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ മെത്തേഡ്, ദെൻ കൺട്രോൾഡ് ഒബ്സർവേഷൻ മെത്തേഡ്, എക്സ്പോസ്റ്റ് ഫാക്ടർ എക്സ്പെരിമെന്റ് മെത്തേഡ്, ലബോറട്ടറി മെത്തേഡ്. ഇതൊക്കെ ഇത്രയും ആണ് പ്രധാനപ്പെട്ട 5 എക്സ്പെരിമെന്റൽ മെത്തേഡ്സ്. അടുത്തത് അനലിറ്റിക്കൽ സ്റ്റഡി മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. അനലിറ്റിക്കൽ സ്റ്റഡി മെത്തേഡ് അല്ലെങ്കിൽ മറ്റൊരു പേരാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് 4 സ്റ്റേജസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ആണുള്ളത്. കളക്ഷൻ ഓഫ് മെറ്റീരിയൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ലാർജ് ലൈബ്രറി മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്, എക്സ്പെരിമെന്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്, ഒബ്സർവേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്, ക്വസ്റ്റനെയർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒക്കെ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ക്വസ്റ്റനെയർ മെത്തേഡാണ് എന്ന് നമുക്കറിയാം. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റയാണ്. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തതൊക്കെ അൺഓർഗനൈസ്ഡ് ആയിരിക്കും, അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ കളക്ട് ചെയ്ത ഡാറ്റ നമ്മൾ പ്രസന്റ് ചെയ്യുകയാണ്. പ്രസന്റ് ചെയ്യുമ്പോൾ ഡാറ്റയെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റയെ ഓർഗനൈസ് ചെയ്യണം. അതിനുവേണ്ടി ക്ലാസിഫിക്കേഷനും ടാബുലേഷനും കോഡിഫിക്കേഷനും ഒക്കെ നമ്മൾ നടത്തുകയാണ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് ഡാറ്റ വിത്ത് സം പർപ്പസ്. So the classified data should be presented in a neat manner with the help of tables, graphs and diagrams. അപ്പോൾ ഈ ടൂൾസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡാറ്റയെ പ്രസന്റ് ചെയ്യുന്നത്. ദെൻ പ്രസന്റ് ചെയ്തതിനു ശേഷം ഡാറ്റയെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് അല്ലെങ്കിൽ അടുത്ത സ്റ്റേജ്, ദാറ്റ് ഈസ് അനാലിസിസ് ഓഫ് ഡാറ്റ. Here the presented data should be properly analyzed with the help of statistical tools like measures of central tendency, averages, measures of dispersion, coefficient of correlation, regression. ഇത്തരത്തിലുള്ള ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്ന ഡാറ്റയെ. ബൈ അനാലിസിസ് വി മീൻ മേക്കിംഗ് എ സ്റ്റഡി അബൌട്ട് ദ ഡാറ്റ യൂസിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ്. ദെൻ ഫോർത്ത് വൺ ഈസ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. അനലൈസ് ചെയ്ത ഡാറ്റയെ ഇന്റർപ്രിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹിയർ ദ അനാലിസിസ് ഓഫ് ഡാറ്റ ഹെൽപ്സ് ടു ഇന്റർപ്രറ്റ് വാട്ട് ദ ഡാറ്റ ടെൽസ് അസ്. എന്താണ് ഡാറ്റ നമ്മളോട് പറയുന്നത് എന്നത് ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ആരാണ്? അനാലിസിസ് ആണ്, അല്ലെ, നമ്മൾ ചെയ്ത അനാലിസിസ്. ഇനി അടുത്തത് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ആണ്. ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ഓഫ് റിസർച്ച്, ആ പേരിൽ തന്നെ എന്താണ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്നത് റിവീൽ ചെയ്യപ്പെടുന്നുണ്ട്. That is, the name itself reveals what the historical method is. Historical method of research is a study of past records and other information sources with a view to reconstructing the origin and development of an institution or movement or a system and discovering the trends in the past. പാസ്റ്റിലെ ട്രെൻഡ്സ്, പാസ്റ്റിലെ ഡാറ്റയും പാസ്റ്റിലെ റെക്കോർഡ്സും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റഡി ചെയ്തിട്ട് ഐഡന്റിഫൈ ചെയ്യുക, ഡിസ്കവർ ചെയ്യുക എന്നുള്ളതാണ് ഹിസ്റ്റോറിക്കൽ മെത്തേഡിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ മെത്തേഡിലൂടെ ചെയ്യുന്നത് ഈ കാര്യങ്ങളാണ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ദ കേസ് സ്റ്റഡി മെത്തേഡ്. കേസ് സ്റ്റഡി മെത്തേഡിനെ കുറിച്ച് നമ്മൾ കുറച്ച് മുമ്പേ തന്നെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. അതായത് ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിനെ, അതല്ലെങ്കിൽ വളരെ കുറച്ച് ഫ്യൂവർ ഒബ്ജക്ട്സിനെ അല്ലെങ്കിൽ ഫ്യൂവർ ഇൻഡിവിജ്വൽസിനെ അല്ലെങ്കിൽ ഫ്യൂവർ സിറ്റുവേഷൻസിനെ സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കേസ് സ്റ്റഡി മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇത് ഒന്നിന്റെ എക്സോസ്റ്റീവ് സ്റ്റഡിയാണ്. അതായത് അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ, ജനനം മുതൽ ഇപ്പോഴത്തെ പ്രസന്റ് സ്റ്റേജ് വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും പഠിക്കുക എന്നുള്ളതാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് കേസ് സ്റ്റഡി മെത്തേഡ്. ഇത് യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് സൈക്കോളജിസ്റ്റുകളൊക്കെയാണ്. ഒരു ഇൻഡിവിജ്വലിനെ ഒക്കെ സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഡീപ്പായിട്ട് ഇൻഡെപ്ത് സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസർച്ച് മെത്തേഡ്സ്. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും ആവശ്യങ്ങളും കമന്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുകയും ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്, ഷെയറിംഗ്, കെയറിംഗ് ആൻഡ് ഗിവിംഗ് യുവർ ഹോൾ ഹാർട്ടഡ് സപ്പോർട്ട്. താങ്ക് യു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ബൈ.